എങ്ങനെയാണ്? ട്രേഡ് യൂണിയൻ പ്രവർത്തന രംഗത്താണ് ഞാൻ റസലുമായി അടുത്ത് ബന്ധപ്പെട്ടത്. അദ്ദേഹം CITUവിൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയായി കുറച്ചു കാലം പ്രവർത്തിച്ചു. പിന്നീട് പ്രസിഡൻ്റായി പ്രവർത്തിച്ചു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറിയത്. പിന്നീടും CITU സംസ്ഥാന കമ്മിറ്റിയിലും അഖിലേന്ത്യാ ജനറൽ കൗൺസിലിലും അദ്ദേഹം അംഗമായിരുന്നു. ട്രേഡ് യൂണിയൻ രംഗത്ത് നിൽക്കുമ്പോഴും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ എന്ന ചുമതല വഹിക്കുമ്പോഴും തൊഴിലാളി സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് എപ്പോഴും ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ച സഖാവാണ്. പിന്നെ എല്ലാവരോടും വളരെ സൗഹൃദം പുലർത്തുക, വളരെ നല്ല ബന്ധം സാധാരണ പ്രവർത്തകരുമായി നിലനിർത്തുക, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ ഗുരുതരമായ ഒരു അസുഖമുണ്ടെന്ന് ആർക്കും അറിയുമായിരുന്നില്ല. അങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്തത് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഈ അടുത്ത കാലത്താണ്. കോട്ടയത്തെ CPIM ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ KJ തോമസ്, അതുപോലെ വാസവൻ, ഇവരൊക്കെ സെക്രട്ടറിമാരായിരുന്നതിന് ശേഷമാണ് റസൽ സെക്രട്ടറിയേറ്റ് വരുന്നത്. വാസവൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് ജില്ലാ സെക്രട്ടറി പദവൊഴിഞ്ഞ് റസൽ സെക്രട്ടറിയാണ്. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിലും മധ്യ തിരുവിതാംകൂറിൽ CPIM-ന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലും വളരെ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സഖാവായി. രാഷ്ട്രീയ കാര്യങ്ങളിലും സാമൂഹ്യ പ്രശ്നങ്ങളിലുമൊക്കെ ഒരു നല്ല വീക്ഷണമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത് അദ്ദേഹം സംസാരിക്കുമ്പോഴൊക്കെ പങ്കുവെക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു വലിയ നഷ്ടം തന്നെയാണ്. കോട്ടയം ജില്ലാ കമ്മിറ്റി എന്ന നിലയിൽ മാത്രമല്ല, സംസ്ഥാനത്താകെ ശ്രദ്ധേയനായ ഒരു നേതാവ് തന്നെയായിരുന്നു സഖാവ് റസൽ. ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല എന്നത് വളരെ ദുഃഖകരമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലെ അദ്ദേഹം നൽകിയ സംഭാവനകൾ സഹപ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റാളുകളെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പ്രതീക്ഷിക്കാം. സഖാവ് റസലിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.